എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയന ഗർഭിണിയാണ് എന്നറിഞ്ഞ സന്തോഷത്തിൽ പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട് ദേവയാനി. അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം ജലജ ചോദിക്കും, എന്താ ഏട്ടത്തി ഈ സമയത്തൊരു പ്രാർത്ഥന, നയന ഗർഭിണിയാണെന്ന് അറിഞ്ഞത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഒരുപാട് ആഗ്രഹിച്ചൊരു വാർത്തയാണ് ഈശ്വരൻ നമുക്ക് തന്നത്, അന്നേരം വിളക്ക് കത്തിച്ച് ഒരു നന്ദി പറയണ്ടേ, അത് ചെയ്യുമായിരുന്നു ഞാനെന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും അനി കയറി വരുന്നുണ്ട്. ജലജയ്ക്ക് ഇതൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അനി കയറി വരുന്നു, കയ്യിൽ ഒരു സ്വീറ്റ്സ് ബോക്സ് ഉണ്ട്. എന്നിട്ട് എല്ലാവരോടും 2 ലഡു വെച്ചെടുക്കാൻ പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, ഈ 2 ലഡു വെച്ചെടുക്കാൻ പറഞ്ഞതിനൊരു കാരണമുണ്ട്. ഒന്ന്, ഇവിടെ ഏട്ടത്തി അമ്മയാകാൻ പോകുന്നു എന്ന അറിഞ്ഞ സന്തോഷത്തിലും, മറ്റൊന്ന് ഞാൻ ബിസിനസ്സിൽ വിജയിച്ച സന്തോഷത്തിലുമാണ് എന്ന് പറയുവാണ്. അന്നേരം ഇത് കേട്ടുകൊണ്ട് ആദർശം നയനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പം ആദർശ് പറയുവാണ്, നീ ബിസിനസ്സിൽ വിജയിച്ചതിൻ്റെ പ്രതിഫലം നിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്, കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ കണ്ടു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ, ഇത് ഞാനായിട്ട് തുടങ്ങിയ ഒരു കീഴ്വഴക്കമൊന്നുമല്ല, പണ്ട് തൊട്ടേ ഇങ്ങനെയായിരുന്നു. ആരെങ്കിലും ബിസിനസ്സിൽ മികവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ലാഭത്തിൻ്റെ ഒരു പങ്ക് അവർക്ക് കൊടുക്കുന്നത് നേരത്തെ തൊട്ടേ ഉള്ളതാണ് എന്ന് പറയുക കേട്ടോ. അന്നേരം ഇത് കേൾക്കുന്ന ജലജയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. ഇതിനിടയ്ക്ക് മുത്തശ്ശിയോടും 2 ലഡു എടുക്കാൻ പറയുന്നു. അന്നേരം അയ്യോ മുത്തശ്ശി 2 ലഡു ഒന്നും കഴിക്കണ്ട എന്ന് പറയുവാണ് ദേവയാനി. അന്നേരം ഇന്നത്തെ ദിവസം ഈ സന്തോഷത്തിന് ലഡു കഴിച്ചതുകൊണ്ട് എൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും വരുവാണെങ്കിൽ അങ്ങ് വരട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി അതെടുത്ത് കഴിക്കുവാണ്. എന്നിട്ട് ആദർശനോടായിട്ട് പറയുന്നുണ്ട്, നിന്നെപ്പോലെ ഒരു നല്ല ബിസിനസ്സുകാരനാകാൻ വേണ്ടി ഇവിടുത്തെ ബിസിനസ്സൊക്കെ നോക്കി നടത്താൻ അതിൻ്റെ തലപ്പത്തിരിക്കാൻ ഒരു ആൺകുട്ടി വേണമല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ആൺകുട്ടി ആകട്ടെ എന്ന് പറയുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടോ? ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി, പല കമ്പനികളുടെയും തലപ്പത്തിരിക്കുന്നത് പെൺകുട്ടികളാണ്. ആണായാലും പെണ്ണായാലും അവിടെ മികവ് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആണിലും പെണ്ണിലും വലിയ കാര്യമൊന്നും ഇല്ല എന്ന് പറയുക. അന്നേരം ജലജ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആൺകുട്ടിയെ തന്നെ തലപ്പത്തിരുത്തണം എന്ന് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അബിയുടെ മോൻ ഉണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ആ ഒരൊറ്റ കാരണം കൊണ്ട് അവനെ ആ കുഞ്ഞ് വലുതായി വരുമ്പോൾ അവനെ തലപ്പത്തിരുത്താൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. നിൻ്റെ മകൻ്റെ സ്വഭാവ ഗുണം ചിലപ്പം ആ കുഞ്ഞിനും ഉണ്ടാകും, അതല്ല എങ്കിൽ നീയും നിൻ്റെ മകനും അവനെ വളർത്തരുത്. അങ്ങനെയാണെങ്കിൽ അതിന് കുറച്ച് വിവരവും ബുദ്ധിയൊക്കെ കിട്ടും, നേർവഴിക്ക് അവൻ നടന്നേനെ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. ജലജയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പം ദേഷ്യമാണ്. എന്നിട്ട് മുത്തശ്ശി ദേവയാനിയോടായിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഒരു മരുമകൾ നിനക്ക് വേണ്ടി കരൾ പകുത്തു തന്നു, അവളാണ് ഇപ്പം ഗർഭിണിയായിരിക്കുന്നത്, അതിനുള്ള പ്രത്യുപകാരം തിരിച്ചു ചെയ്യാനുള്ള ഒരു സമയമാണ്, നന്നായിട്ട് നീ നിൻ്റെ മരുമകളെ നോക്കിക്കോണം എന്ന് പറയുമ്പം ദേവയാനി, അതിപ്പോൾ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ, ഞാൻ ഇനി ഇവളെ ഇടം വലം തിരിയാൻ വിടിയല്ല, ഞാൻ നന്നായിട്ട് നോക്കും, അതൊന്നും ഓർത്ത് ആരും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നയനയുടെ നെറുകയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നു. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആദർശിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ജാനകി അടുത്ത് നിൽപ്പുണ്ട്. ജാനകി അത്യാവശ്യം ചിരിച്ചൊക്കെ നിൽക്കുന്നത്, കുറച്ച് വിഷം അനാമിക പോയ കൂട്ടത്തിൽ അങ്ങ് പോയെന്ന് തോന്നും. പിന്നെ കാണിക്കുന്നത് നെവിനെയാണ്. നെവിൻ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചിരിക്കുവാണ്. പകുതി നന്ദുവിനെ കുറിച്ചാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നെവിൻ്റെ ഗുമസ്തം വരും. എന്നിട്ട് ചോദിക്കും, എന്താ ഭയങ്കര ആലോചന, ഇനി ഉറക്കം വരാതിരിക്കാൻ ജ്യൂസോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും വേണോ? പിന്നെ ഈ ഇടയായിട്ട് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതും കാണുന്നുണ്ട്, എന്താ വേറെ വല്ല കേസും വന്നോ? അങ്ങനെ ആലോചിച്ച് ചെയ്യേണ്ട വലിയ വലിയ കേസുകളൊന്നും ഇപ്പം നമ്മുടെ കയ്യിലില്ല. ആകെപ്പാട് ഒരെണ്ണം ഉണ്ടായിരുന്നത് അനന്തപുരിയിലെ ആ കേസാണ്, അത് നമ്മൾ ജയിച്ച് കൈ കൊടുത്തല്ലോ, പിന്നെ എന്താ ഇങ്ങനെ ഒരു ചിന്ത എന്ന് ചോദിക്കും. അന്നേരം കേസിൻ്റെ കാര്യമൊന്നും അല്ല ഞാൻ ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ, മറ്റേ കാര്യമാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഏതെങ്കിലും പെൺകുട്ടികളോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് മുത്തശ്ശനോട് അവതരിപ്പിക്കാം എന്ന് പറയുമ്പം നെവിൻ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊരു ഇഷ്ടമുണ്ടെങ്കിൽ അത് മുത്തശ്ശനോട് പറയാൻ എനിക്ക് പേടിയൊന്നുമില്ല, അതിനുള്ള ആണത്വവും തൻ്റെ ഇടവും ഒക്കെ എനിക്കുണ്ട്, അതോർത്ത് താൻ പേടിക്കേണ്ടതെന്ന് പറയുമ്പോൾ, അങ്ങനെയാണോ, എങ്കിലും ഇവിടെ ഇരുന്ന് ആലോചിച്ചോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങേരെ അങ്ങോട്ട് പോകുന്നു. പോയി കഴിഞ്ഞും നെവിൻ ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ നന്ദുവിനെ പറ്റിയൊക്കെ ആയിട്ടോ ചിന്തിക്കുന്നത്. നന്ദു കോളേജിലായിരുന്ന സമയത്ത് സീനിയേഴ്സ് അവരുടെ കൂടെയുള്ള പെൺകുട്ടികളെ റാഗ് ചെയ്യാൻ വന്നപ്പോൾ അവന്മാരെ ഇടിച്ച് ഒരു പരുവാക്കിയ കാര്യമൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. അന്ന് നന്ദുവിനോട് ഒരു ആരാധന മാത്രമായിരുന്നു, ഒരു ഇഷ്ടം, ചെറിയൊരു ഇഷ്ടം ആയിരുന്നു നെവിനുണ്ടായിരുന്നത്. പക്ഷെ അത് പ്രണയമായി വളർന്നത് ഇപ്പോഴാണ് എന്നൊക്കെ ഇങ്ങനെ നെവിൻ മനസ്സിൽ ഓർക്കുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനെക്കുറിച്ച് ഓർത്തിങ്ങനെ നിൽക്കുന്നു. ഏതായാലും നെവിൻ്റെ മനസ്സിലേക്ക് നന്ദു കുടിയേറി കഴിഞ്ഞിരിക്കുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് അനി വരുന്നുണ്ട്. അനി സന്തോഷത്തിന്, നയന പ്രഗ്നൻ്റ് ആയതിൻ്റെ സന്തോഷത്തിന് ലഡു വിതരണത്തിനായിട്ട് വന്നതാണ്. വാതിൽ തുറക്കുന്നത് നെവിൻ്റെ അമ്മയാണ് വാതിൽ തുറക്കുന്നത്. അന്നേരം വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അന്നേരം പറയുന്നുണ്ട്, ഇങ്ങനെ
ഏട്ടത്തി അമ്മയാകാൻ പോവാണ്, അതിൻ്റെ സന്തോഷത്തിനാണ് ഞാൻ ലഡു കൊണ്ടുവന്നത് എന്നൊക്കെ. അന്നേരം അവർ പറയുവാണ്, എനിക്കിതൊക്കെ കാണുമ്പോൾ സങ്കടം വരും, അവിടെ മാത്രം മതി ഇതുപോലുള്ള സന്തോഷങ്ങളൊക്കെ, ഇവിടെ ഒരുത്തനോട് എത്ര തവണയാണ് ഞാൻ പറയുന്നേ എന്നറിയോ ഒരു വിവാഹത്തിൻ്റെ കാര്യം, അവൻ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ വിവാഹം കഴിക്കാൻ പേടിയാണ്, കാരണം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഉള്ള മനസ്സമാധാനം പോകും എന്ന്. അന്നേരം അവർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങനെയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് വിവാഹം കഴിക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പം അനി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കാര്യം വെച്ചാണ് പറയുന്നത്, ഒരുത്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയതിന് ശേഷം ഞാൻ മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങിയിട്ട് പോലുമില്ല, അവൾ എൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോയപ്പം എന്ത് മനസ്സമാധാനമാണെന്ന് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം അവർ പറയുന്നുണ്ട്, നെവിൻ മുകളിലുണ്ട്, അങ്ങോട്ട് ചെല്ലു കേട്ടോ, അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും പറഞ്ഞേക്കരുത് അവനോട്, കാരണം ഇപ്പം തന്നെ അവന് വിവാഹത്തിനോട് വലിയ താല്പര്യമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സ് മാറിപ്പോകും എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അനി മുകളിലേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ അനി റൂമിലേക്ക് കയറി ചെല്ലുന്ന സമയത്തും നെവിൻ നന്ദുവിൻ്റെ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുവാണ്. അനി വരുന്നെങ്കിൽ പെട്ടെന്ന് അങ്ങ് മാറ്റും. അന്നേരം എന്തായിരുന്നു അവിടെ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. അങ്ങനെ ലഡു കൊടുത്തു കഴിയുമ്പം അനിയോട് നെവിൻ ചോദിക്കുന്നുണ്ട്, കേസ് ജയിച്ചതിൻ്റെ ലഡു ആയിട്ട് നീ ഇപ്പോഴാണോടാ വരുന്നതെന്ന്. അന്നേരം അനി പറയും, അങ്ങനെ കേസ് ജയിച്ചതിൻ്റെ ലഡു ഒന്നും അല്ല ഇത്, അതിന് ഞാൻ നിനക്ക് പണം തന്നില്ലായിരുന്നോ, ഇത് വേറെ രീതിയിലുള്ളതാണ്, ഈ ലഡു നയനേച്ചി പ്രഗ്നൻ്റ് ആയതിൻ്റെയാണ് എന്ന് പറയുമ്പോൾ, ആഹാ അങ്ങനെ ഒരു സന്തോഷം അവിടെ നടന്നോ എന്ന് ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട്, ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ നിൻ്റെ അമ്മ പരിഭവം പറയുമായിരുന്നു, നീ ഒരു വിവാഹത്തിന് നിന്ന് കൊടുക്കുന്നില്ല എന്ന്, എന്താ നിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. അന്നേരം നെവിൻ പറയുന്നുണ്ട്, കുറേ നാളായി അമ്മയും അച്ഛനും ഒക്കെ നിർബന്ധിക്കുന്നത്, അച്ഛൻ്റെ ദുബായിലുള്ള കുറേ കൂട്ടുകാരുടെ മക്കളെയൊക്കെ ആലോചിച്ചായിരുന്നു, ഞാൻ അതിനൊന്നും കൊടുത്തില്ല, ഇനിയിപ്പോൾ അച്ഛൻ വരുമ്പോൾ അതൊക്കെ സീരിയസ് ആയിട്ട് ആലോചിക്കുമോ എന്ന് അറിയത്തില്ല എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, എടാ നീ അങ്ങനെ വിവാഹം കഴിക്കാൻ എന്തെങ്കിലും ആലോചന ഉണ്ടെങ്കിൽ തന്നെ വീട്ടുകാരാലോചിച്ച് നന്നായിട്ട് അറിഞ്ഞതിന് ശേഷമേ വിവാഹം കഴിക്കാവുള്ളൂ. അതുപോലെ വിവാഹം കഴിക്കുമ്പോഴും അവളെപ്പറ്റി മാത്രം ആലോചിച്ചാൽ പോരാ, അവരുടെ വീട്ടുകാരെക്കുറിച്ചും അച്ഛനെപ്പറ്റിയും അമ്മയെപ്പറ്റിയും ഒക്കെ അന്വേഷിക്കണം, എന്നിട്ടേ വിവാഹം കഴിക്കാവുള്ളൂ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പം നിൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, അതുകൊണ്ടാണോ നീ ഒഴിഞ്ഞു മാറുന്നത് എന്ന്. അന്നേരം നെവിൻ പറയുന്നുണ്ട്, ഇത്ര കാലം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം ഒരാൾ എൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറി വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയും. അന്നേരം അനി ചോദിക്കും, അത് ആരാടാ, എന്നോട് പറയടാ, നീ പെൺകുട്ടി ഏതാണ് എന്നൊന്ന് കാണിച്ചു തന്നാൽ മതി, ബാക്കി എല്ലാ കാര്യവും ഞാൻ സെറ്റ് ചെയ്ത് തരാം, ഇനിയിപ്പോൾ ഇവിടെ പറയുന്ന കേസാണെങ്കിലും ഞാൻ നോക്കാം എന്നൊക്കെ പറയുമ്പം നെവിൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ഇപ്പം എല്ലാവരോടും തുറന്നു പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടൊന്നുമില്ല, പിന്നെ ഞാൻ മനസ്സിൽ കാണുന്ന ആ പെൺകുട്ടിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, അവളുടെ വീട്ടുകാരെക്കുറിച്ചും അച്ഛനെപ്പറ്റിയും അമ്മയെപ്പറ്റിയും ഒക്കെ എനിക്കറിയാം, അവരൊന്നും വലിയ പ്രശ്നക്കാരല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അറിവിൽ ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് എന്ന് പറയുക. അന്നേരം അനി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും, ഞങ്ങളും കൂടെ ഉണ്ട് എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് അനിയോട് ചോദിക്കുന്നുണ്ട്, നീ ആരെയും പ്രേമിച്ചിട്ടില്ലേ എന്ന്. അന്നേരം അനി പറയും, പ്രേമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ എൻ്റെ ജീവിതം ഇങ്ങനെ ആയി പോയില്ലേ, ഇപ്പോഴാണ് എനിക്ക് മനസ്സമാധാനമായത്, അതുപോലെ തന്നെ അടുത്ത ദിവസം കുടുംബ കോടതി കൂടുന്നുണ്ട്, അന്നേരം അവളെ മൊത്തത്തിൽ എൻ്റെ തലേയിൽ നിന്നൊന്ന് നീ ഒഴിവാക്കി തന്നെ കേട്ടോ എന്നിങ്ങനെ പറയുക. അന്നേരം നെവിൻ പറയുന്നുണ്ട്, അതൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കും, കാരണം നമ്മൾ അവളുടെ കള്ളത്തരങ്ങൾ മൊത്തം കോടതിയിൽ തെളിയിച്ചതാണ്, അതുകൊണ്ട് ഞാൻ വന്നില്ലെങ്കിൽ പോലും ഈ കേസ് നീ ജയിക്കും, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്, അതുകൊണ്ട് പേടിക്കേണ്ട എന്നൊക്കെ നെവിൻ അനിയോട് പറയുന്നുണ്ട്. ഏതായാലും അവിടുന്ന് ഇറങ്ങുന്ന അനി നേരെ നന്ദുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. രണ്ടുപേരൂടെ പുറത്ത് വെച്ച് കാണുന്നു. അന്നേരം നയന പ്രഗ്നൻ്റ് ആയതിൻ്റെ സന്തോഷമൊക്കെ പങ്കിടുന്നുണ്ട്. അത് കഴിഞ്ഞ് അനി പറയുവാണ്, അടുത്ത ദിവസമാണ് കുടുംബ കോടതി, അന്ന് അവൾ എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു, അതാണ് എൻ്റെ പ്രാർത്ഥന, ഇനിയിപ്പോൾ എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാമായിരുന്നു, അങ്ങനെയെങ്കിലും തലേന്ന് ഒഴിവായാൽ മതി, അത് ആദർശേട്ടനും പറഞ്ഞു എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്നൊന്നും അതങ്ങനെ ഒഴിവാക്കി വിടാനൊന്നും പറ്റില്ലടാ, കോടതി നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയം തരുമെന്ന് പറയുമ്പോൾ, ചിന്തിക്കാനുള്ള സമയം തന്നിട്ട് എന്താ കാര്യം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കുറേ ചിന്തിച്ച് കഴിയുമ്പോൾ നീയൊക്കെ മറിച്ച് ആഗ്രഹിച്ചാലോ, അതുകൊണ്ടാണ് കോടതി അങ്ങനെ സമയം തരുന്നത് എന്ന് പറയുമ്പോൾ, നീ എന്നെ അങ്ങനെയാണോ കണ്ടേക്കുന്നത്, കുറച്ച് ചിന്തിക്കാനുള്ള സമയം കിട്ടിയാൽ ഞാൻ അവളെ ഇനിയും എടുത്ത് എൻ്റെ തലയിൽ വയ്ക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അങ്ങനെയൊന്നുമില്ല, പിന്നെ വിവാഹം എന്ന് പറയുന്നത് വലിയൊരു റിസ്ക്കാണ്, ഇനിയും നീ ഒരു റിസ്ക് തന്നെയാണ് എടുക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ, അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട്, എന്നെ വിവാഹം കഴിക്കുന്നതും വലിയൊരു റിസ്ക്കാടാ, അത് നിനക്ക് മനസ്സിലാഞ്ഞിട്ടാ എന്ന് പറയുമ്പോൾ
അനി പറയുന്നുണ്ട്, അതെനിക്കറിയാം, നിനക്ക് കരാട്ടയും കുംഫുവും ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നെ എടുത്തിട്ട് അടിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ നിൻ്റെ അടി പോലും എനിക്കിഷ്ടമാണ് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അങ്ങനെ നിന്നെ തല്ലാനൊന്നും എനിക്ക് മനസ്സ് വരികയില്ല, അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ ചോദിച്ച് കുറേ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ലഡുവൊക്കെ കഴിച്ച് കഴിയുമ്പം അനി ചോദിക്കും, നിനക്ക് ഒരു ലഡുവും കൂടെ വേണമെന്ന്. അന്നേരം മധുരമാണ് എനിക്ക് വേണ്ടാന്ന് പറയുമ്പം, ഞാൻ കഴിച്ചതിൻ്റെ പാതി കഴിക്കാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഓ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞ് അനി ഒരു ലഡുവിൻ്റെ പകുതി കഴിക്കും. എന്നിട്ട് അത് നന്ദുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കും. അത് നന്ദുവും കഴിക്കും. അങ്ങനെ അവർ സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.